നമസ്കാരം, ഞാൻ ഡോക്ടർ വിവേക് ശശീന്ദ്രൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സൈലൻഡോസ്കോപ്പിയുടെ കോംപ്ലിക്കേഷൻസിനെ കുറിച്ചാണ്. ഞാൻ എൻ്റെ നേരത്തെയുള്ള വീഡിയോസിൽ ഒരുപക്ഷെ സൈലൻഡോസ്കോപ്പി, അതിൻ്റെ ഇൻഡിക്കേഷൻസ്, അത് എന്ത് കണ്ടീഷൻസ് ട്രീറ്റ് ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് സംസാരിച്ചിരുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സൈലൻഡോസ്കോപ്പിയുടെ കോംപ്ലിക്കേഷൻസിനെ കുറിച്ചാണ്. പലപ്പോഴും പേഷ്യൻ്റ് ചോദിക്കുന്നൊരു ചോദ്യമാണ്, സൈലൻഡോസ്കോപ്പി ഒരു സേഫ് പ്രൊസീജിയറാണോ, അതിന് കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടോ? സൈലൻഡോസ്കോപ്പി എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ ഒരു വളരെ മിനിമലി ഇൻവേസീവ് ഒരു പ്രൊസീജിയറാണ്. എന്ന് പറഞ്ഞാൽ ഒത്തിരി രീതിയിലുള്ള ഡിസെക്ഷൻ, ഒത്തിരി രീതിയിലുള്ള ഒരു വൂണ്ട്, ഒരു മുറിവോ അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടാക്കാതെ വളരെ മിനിമലി ഇൻവേസീവായിട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. ഇതിനകത്ത് ടെക്നിക്കലായിട്ട് നമുക്ക് വരുന്ന ചാലഞ്ചസ് ഒരുപക്ഷെ നമ്മുടെ ഉമിനീർ ഗ്രന്ഥിയുടെ ഓപ്പണിംഗ്. ഇപ്പോൾ ഉദാഹരണത്തിന് സബ്മാൻഡിബുലർ ഗ്ലാൻഡിൻ്റെ ഓപ്പണിംഗ് ആണെങ്കിൽ അത് നാക്കിന് താഴെയാണ്. പെറോട്ടിഡ് ഗ്ലാൻഡിൻ്റെ ഓപ്പണിംഗ് ആണെങ്കിൽ അത് കവളിൻ്റെ സൈഡിലോട്ടാണ് ഈ ഡക്റ്റ് വന്ന് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ സൈലൻഡോസ്കോപ്പി പ്രൊസീജിയർ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഈ നാച്ചുറലായിട്ടുള്ള ഓപ്പണിങ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് അത് ഡയലേറ്റ് ചെയ്ത് അതിനകത്തൂടാണ് നമ്മൾ ഈ ക്യാമറ അല്ലെങ്കിൽ എൻഡോസ്കോപ്പ് നമ്മൾ കടത്തുന്നത്. അത് ചില കണ്ടീഷൻസിൽ അത് സ്റ്റിനോസ്ഡ് ആയിരിക്കാം, അതായത് ആ ഓപ്പണിംഗ് തന്നെ അടഞ്ഞിരിക്കാം. അപ്പോൾ നമുക്ക് ആ ഓപ്പണിംഗ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്ന സാഹചര്യങ്ങളുണ്ട്. അതുപോലെ ഇത് വളരെ ടൈനി ഒരു ഓപ്പണിംഗ് ആണ്. അപ്പം നമ്മൾ യൂഷ്വലി മാഗ്നിഫിക്കേഷൻ ഉപയോഗിച്ചാണ് ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതായത് ഓപ്പറേറ്റിംഗ് ലൂപ്സ് അല്ലെങ്കിൽ മൈക്രോസ്കോപ്സ് വെച്ച് മാഗ്നിഫൈ ചെയ്താണ് നമ്മളിത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. എന്നാലും ഒരു ചെറിയ ശതമാനം പേഷ്യൻസിൽ നമുക്കിത് ഐഡൻറ്റിഫൈ ചെയ്യാൻ, അതായത് ഈ നാച്ചുറൽ ഓപ്പണിംഗ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടാകാം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒരു ചെറിയ ഇൻസിഷൻ വായടകത്ത് ഇട്ടിട്ട് ഈ പറഞ്ഞ പോലെ ഡക്റ്റ് നമ്മൾ എലിവേറ്റ് ചെയ്ത് അത് ഡിസെക്റ്റ് ചെയ്ത് അത് ഐഡൻറ്റിഫൈ ചെയ്യാണ്. എന്നിട്ട് സബ്സിക്വൻ്റ്ലി ഡക്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൽ കൂടെ വേറൊരു ഓപ്പണിംഗ് ഉണ്ടാക്കിയാണ് നമ്മൾ പിന്നെ സ്കോപ്പ് അകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാകാം. പിന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് സബ്മാൻഡിബുലർ ഗ്ലാൻഡ് അല്ലെങ്കിൽ പെറോട്ടിഡ്. സബ്മാൻഡിബുലർ ഗ്ലാൻഡാണ് കല്ലുകൾ കൂടുതലായിട്ട് കാണുന്നത്. നമ്മൾ സൈലൻഡോസ്കോപ്പി പ്രൊസീജിയറിൻ്റെ ഒരു ബേസിക് റിക്വയർമെൻ്റ് എന്ന് പറഞ്ഞാൽ ഡക്റ്റ് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനകത്ത് കയറുക എന്നുള്ളതാണ്. അതിപ്പോൾ എന്തെങ്കിലും കാരണവശാൽ റിക്കറൻ്റായിട്ട് ഇൻഫെക്ഷൻസ് വന്നിട്ടുള്ള അല്ല പ്രീവിയസ് സർജറി എന്തെങ്കിലും ചെയ്തിട്ടുള്ള പേഷ്യൻസ് ആണെന്ന് വെച്ചാൽ ഒരുപക്ഷെ നമുക്ക് ഈ ഡക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകാം. ആ ഡക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായി ചിലപ്പോൾ എന്ത് പറ്റും, നമ്മൾ ക്യാമറ അല്ലെങ്കിൽ എൻഡോസ്കോപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതൊരു ഫോൾസ് പാസേജിലോട്ട് പോകും, അതായത് തെറ്റായിട്ടുള്ളൊരു പാസേജിലോട്ട് എത്തിച്ചേരാം. അതായത് നമ്മൾ ഉദ്ദേശിച്ച ഡക്റ്റ്, ഉമിനീർ ഗ്രന്ഥിയുടെ ആ ട്യൂബ് അല്ലെങ്കിൽ ഡക്റ്റിനകത്തല്ലായിരിക്കും, നമ്മൾ അതും കടന്ന് അതിൻ്റെ പരിസരത്തുള്ള വേറെ ഏതെങ്കിലും ഒരു സ്പേസിലോട്ട് എൻ്റർ ചെയ്യാം. അതാണ് ഫോൾസ് പാസേജ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ പോലെ ഫോൾസ് പാസേജ് ചിലപ്പോൾ നമ്മൾ എത്തിച്ചേരുന്ന ഒരു സാഹചര്യമാണ്. അത് ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെ വെച്ച് നമ്മൾ പ്രൊസീജിയർ സ്റ്റോപ്പ് ചെയ്ത് പിന്നെ ട്രൂ പാസേജ് ശരിയായിട്ടുള്ള ഡക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് പിന്നെ പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് പുറമെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ഡക്റ്റിനോട് ചേർന്നുള്ള നെർവ്സ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് സബ്മാൻഡിബുലർ ഡക്റ്റ് ആണെന്ന് വെച്ചാൽ ലിംഗ്വൽ നെർവ് എന്ന് പറഞ്ഞൊരു നെർവ് ഉണ്ട്. അത് ഈ ഡക്റ്റിനോട് വളരെ ചേർന്നാണ് പോകുന്നത്. അപ്പോൾ ഈ കമ്പൈൻഡ് അപ്രോച്ചസ്, അതായത് നമ്മൾ എൻഡോസ്കോപ്പിന് പുറമെ വായടകത്ത് ഇൻസിഷൻ ഇട്ട് കല്ല് റിട്രീവ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ പറഞ്ഞ നെർവിന് ഡാമേജ് അത് ഐഡൻറ്റിഫൈ ചെയ്ത് പ്രിസർവ് ചെയ്യേണ്ടത് നമ്മുടെ ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. ഇൻ കേസ് നമുക്കത് പറ്റിയില്ലെന്ന് വെച്ചാൽ ഈ ലിംഗ്വൽ നെർവിന് ബുദ്ധിമുട്ടുകളുണ്ടാകും. അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള വിഷയങ്ങൾ ഒരുപക്ഷെ പേഷ്യൻറ്റിന് പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ ഉണ്ടാകും. പിന്നെ സാധാരണ രീതിയിൽ ഈ പ്രൊസീജിയർ കഴിയുമ്പോൾ നമ്മളിപ്പോൾ പെറോട്ടിഡ് സൈലൻഡോസ്കോപ്പി ചെയ്യുകയാണെന്ന് വെച്ചാൽ ഈ പെറോട്ടിഡ് ഗ്ലാൻഡ് കംപ്ലീറ്റ്ലി എൻലാർജ് അല്ലെങ്കിൽ വീർത്തിരിക്കും. ഇപ്പം സബ്മാൻഡിബുലർ ഗ്ലാൻഡ് ആണെന്ന് വെച്ചാൽ അതും ഇതേപോലെ തന്നെ വീർത്തിരിക്കും. അപ്പോൾ യൂഷ്വലി നമ്മൾ ഈ പ്രൊസീജിയർ കഴിഞ്ഞ് അറൗണ്ട് 24 hours അവിടെ ഒരു സ്വെല്ലിങ് കാണും. അത് നോർമലായിട്ടുള്ളൊരു ഫൈൻഡിങ് ആണ്. കാരണം ഈ എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ നമ്മൾ യൂഷ്വലി ഇറിഗേറ്റ് ചെയ്ത് അതിനകത്തൂടെ ഫ്ലൂയിഡ് പാസ് ചെയ്താണ് ചെയ്യുന്നത്. അപ്പം ഒത്തിരി ഫ്ലൂയിഡ് നമ്മൾ പുഷ് ചെയ്യുമ്പം അത് ഈ ഡക്ടൽ സിസ്റ്റത്തിൽ കൂടെ കയറി ഗ്ലാൻഡ് കൈൻഡ് ഓഫ് സോളൻ അല്ലെങ്കിൽ എൻലാർജ്ഡ് ആവും. അത് 24 to 48 hours ആ സ്വെല്ലിംഗ് എല്ലാം സെറ്റിലാകുന്നതാണ്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഫെയിൽഡ് എൻഡോസ്കോപ്പീസ് ഉണ്ട്. ഒരു പക്ഷേ നമുക്ക് എൻഡോസ്കോപ്പി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരാം. അല്ലെങ്കിൽ നമ്മളിപ്പം കല്ല് കാണുന്നുണ്ട് പക്ഷെ നമുക്കത് റിട്രീവ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഈ ഡക്റ്റുകളെല്ലാം ഈ പറഞ്ഞ പെറോട്ടിഡ് ഗ്ലാൻഡിൻ്റെ ഡക്റ്റ് ആണെങ്കിലും സബ്മാൻഡിബുലർ ഗ്ലാൻഡിൻ്റെ ഡക്റ്റ് ആണെങ്കിലും ഇതൊന്നും ഒരു സ്ട്രെയിറ്റ് ട്യൂബല്ല, ഇതിൻ്റെ ബെൻസ് ഉണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ മസിലിന് ചുറ്റും ഇത് വൈൻഡ് ചെയ്യും ഈ ഡക്റ്റ്. അപ്പോൾ നമ്മൾ ഈ എൻഡോസ്കോപ്പ് പാസ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഈ ബെൻഡ് വളരെ അക്യൂട്ട് ആണെന്ന് വെച്ചാൽ നമുക്ക് ഈ ബെൻഡ് നെഗോഷിയേറ്റ് ചെയ്ത് ആ ബെൻഡിനപ്പുറം ആ വളവിനപ്പുറം നമുക്ക് ഈ സ്കോപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതൊരു സെമി ഫ്ലെക്സിബിൾ സ്കോപ്പാണ്, ഫുള്ളായിട്ട് ഒടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വളയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്കോപ്പല്ല.
അപ്പോൾ ഒരു ലിമിറ്റേഷൻ ഉണ്ട് നമുക്ക് എത്ര അത് ബെൻഡ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ വളരെ അക്യൂട്ട് ബെൻഡൊക്കെ ആണെന്ന് വെച്ചാൽ നമുക്ക് ടെക്നിക്കലി അതൊരു ചാലഞ്ച് ആയിരിക്കാം പ്രൊസീജിയറിനിടയിൽ. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ നമുക്ക് ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് വരുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഈ കമ്പൈൻഡ് അപ്രോച്ചസിനെ കുറിച്ച് ചിന്തിക്കുന്നത്, അല്ല വളരെ അപൂർവമായിട്ട് ഓപ്പൺ പ്രൊസീജിയേഴ്സിനെ കുറിച്ച് ചിന്തിക്കുന്നത്. താങ്ക് യു.